ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് മാവെടുത്ത് അതിലേക്ക് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് സെയിം അതുപോലെ തന്നെ ആഡ് ചെയ്യാം. ഉപ്പിട്ട് തിളപ്പിച്ച് ചെറു ചൂടുവെള്ളവും വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത ചപ്പാത്തി ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രയധികമാണോ വേണ്ടത് അതനുസരിച്ച് ഇതുപോലെ ചപ്പാത്തിക്ക് പരത്തി റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ റോള് വെച്ച ചപ്പാത്തി ഇതിൽ കാണുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ഈ കട്ട് ചെയ്ത ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിനെ നമുക്ക് രണ്ടായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാള, തക്കാളി, പച്ചമുളക് ഇത് മൂന്നും ചെറുതായി അരിഞ്ഞ് വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരിഞ്ഞു വെച്ച സവാളയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി വേവിക്കാം. സവാള വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി എടുക്കാം. ഇവ മൂന്നും വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി ഇത് മൂന്നും ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്നതെടുത്ത് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും വേകാൻ വേണ്ടിയാണ് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്തത്. അതും നന്നായി ഇളക്കി വെള്ളം വറ്റി വരുമ്പോഴേക്കും ഈ ഓഫാക്കി എടുക്കാം. ഇനി കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. ചായ കുടിക്കുമ്പോഴും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഇതുപോലെ എന്തെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.